നേരത്തെ അറിയായിരുന്നോ പാട്ട് പാടുന്ന ആളാണ്? ഇല്ല, അവിടെ അന്ന് എന്തോ ഒരു ചാനലിന്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടി എല്ലാരെ കൊണ്ടും പാട്ടൊക്കെ പാടിപ്പിച്ചായിരുന്നു. അപ്പൊ ഏട്ടൻ പാടുന്നത് ഞാൻ കേട്ടായിരുന്നു, അങ്ങനെ പഠിപ്പിച്ചു. ഇതിപ്പോ നമുക്ക് രണ്ടുപേർക്കാരും ഒരു ചിന്ത ഉണ്ടാവൂലേ, നമുക്കൊരു സെക്കൻഡ് ഒരാള് വേണോ? അതായത് ഓൾറെഡി നമ്മൾ ഒരു പാർട്ട്ണറുടെ കൂടെ ജീവിച്ചു, ഇനിയിപ്പോ നമ്മള് ചിലര് വിചാരിക്കും ഇനിയിപ്പോ നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കാം, ഒറ്റയ്ക്ക് ജീവിക്കാം. അപ്പൊ പെട്ടെന്ന് ഇനി ഇപ്പൊ ക്രിസ്തേട്ടൻ ലൈഫിലേക്ക് വന്നു. ക്രിസ്തേട്ടൻ എന്നൊരു തീരുമാനം എപ്പോഴായിരുന്നു? ക്രിസ്തേട്ടൻ മതി എന്നുള്ളൊരു തീരുമാനം എപ്പോഴായിരുന്നു? ആ ഒരു ഉറപ്പ് എങ്ങനെയായിരുന്നു കിട്ടിയത്? പുള്ളി എന്റെ ലൈഫിൽ വന്ന അടിപൊളിയായിരിക്കും, എന്റെ ജീവിതം കുറച്ചുകൂടി ഹാപ്പി ആയിരിക്കും എന്ന് തോന്നുന്നു. അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ വളരെ മോശം. എങ്ങനെയായിരുന്നു ചേച്ചിക്ക് ആ ഒരു ചോദിച്ചാൽ ഉത്തരം എനിക്ക് പറയാൻ പറ്റൂല. ഇയാളാണ് എന്റെ ജീവിതത്തിലേക്ക് വരേണ്ടത് എന്നുള്ളൊരു തീരുമാനം എപ്പോഴെടുത്തെ? ഹാപ്പി ആയിരിക്കും അതങ്ങനെ തീരുമാനം എങ്ങനെ എടുക്കല്? ഈ 4 പേരെ നിർത്തിയിട്ട് ഇതിൽ ആരെ വേണമെന്നൊന്നും ചോദിച്ചില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആകെ അതെങ്ങനെ പറയാൻ പറ്റും? 4-5 പേര് നിർത്തിയിട്ട് ഇതിൽ ആരെ വേണം ചോദിച്ചു കഴിഞ്ഞാൽ ഇയാള് മതി എന്ന് പറയാം. അങ്ങനെയാണ് നമ്മൾ കുറെ നാള് കണ്ട് പരിചയപ്പെട്ട് സംസാരിച്ച് ആ വ്യക്തിനെ മനസ്സിലാക്കിയിട്ട് കൊള്ളാം. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാലും നമ്മൾ ഒരാൾ ലൈഫിലേക്ക് വരുമ്പോ ഇയാള് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആവും നമുക്ക് തോന്നൂലേ? എന്റെ ക്യാരക്ടർ എനിക്ക് അവിടുന്ന് നമുക്ക് എന്താണ് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. മീൻസ് ഇവരായിട്ടല്ല, വേറെ ആർട്ടിസ്റ്റുകളായിട്ട് സംസാരിച്ചായിരുന്നു. പിന്നെ ആ രീതി, സംസാര രീതി, പെരുമാറ്റമൊക്കെ ഇഷ്ടമായിരുന്നു. ചേട്ടന് എപ്പോഴാ തോന്നിയത് ദിവ്യ മതി എന്നുള്ളൊരു ഫീലിംഗ്? അനിയത്തി ചോദിച്ചു, ഞാനിങ്ങനെ ചോദിക്കട്ടെ എന്ന് ചോദിച്ചു, അവിടെയും ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വിരോധമൊന്നുമില്ല. എന്നോടും ചോദിച്ചപ്പോ ഞാൻ തമാശ പറയാന്നു ചോദിച്ചു. പിന്നെ മോളോട് ചോദിച്ചു, മോൾ ഓക്കെ പറഞ്ഞു. അതിന് വിശദീകരിക്കാൻ അറിയില്ല സത്യം പറഞ്ഞു. എങ്ങനെയുണ്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞുള്ള ഒരു 8 മാസം? ഹാപ്പി? എന്താണ് നിങ്ങളുടെ ഒരു ജേണി? രണ്ടുപേരും ഒരുമിച്ച് ഷൂട്ടില് പോവാ, സെറ്റില് പോവാ? ഇല്ല, അങ്ങനെയല്ല. രണ്ടുപേരും 2 സെറ്റാണ്, 2 ഷെഡ്യൂളാണ്. എനിക്ക് ഇടയ്ക്ക് ഹൈദരാബാദ് ഷൂട്ട് വരും, കുഞ്ഞുമോക്ക് വേറെ സ്ഥലത്ത് വർക്ക് വരും. ഇനോഗ്രേഷൻസിന് പോകുന്ന ഉള്ള ടൈം, അല്ലെങ്കിൽ ഇങ്ങനെ ഇന്റർവ്യൂവിന് പോകുന്ന കുറച്ച് സമയം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, മക്കളുടെ കാര്യങ്ങൾ. അപ്പോൾ കുഞ്ഞുമോൾ അതിൽ ബിസി ആയിരിക്കും, ഞാൻ എന്തെങ്കിലുമൊക്കെ ഔട്ടിലായിരിക്കും. 8 മാസം പോയത് അറിഞ്ഞിട്ടില്ല. ഇത് 8ാമത്തെ മാസം. ഈ മാസം 30-ാം തീയതി ആകുമ്പോൾ 8 മാസം. നമ്മള് ഓൾറെഡി ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട് രണ്ടുപേർക്കും. അപ്പൊ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായ പോരായ്മകളും ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായ ഒരു മേന്മകളും പറയാൻ പറഞ്ഞു. അങ്ങനെ എങ്ങനെ പറയാൻ പറ്റും? പോരായ്മ എന്തായാലും ഇപ്പൊ എനിക്ക് കുറേ പോരായ്മയാണ്, കുറേ കുറ്റവും കുറവും തീർച്ചയായിട്ടും ഉണ്ട്. അത് മനസ്സിലാക്കുമ്പോൾ നാച്ചുറലി അത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ വേണ്ടെന്ന്. പുള്ളിക്കാരുടെ എങ്ങനെയാണ് നമ്മൾ സൈലന്റ് ആവേണ്ടടുക്ക നമ്മൾ സൈലന്റ് ആയാൽ മതി, അപ്പൊ കുഴപ്പമില്ല. എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പോലെ നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് ഏത് നേരം എന്താണ് പൈങ്കിളി കഥ മാതിരി ഇങ്ങനെ കളിച്ചും ചിരിച്ചും നടക്കുന്നതാണ്. നമ്മൾ കുടുംബമായിട്ട് നിൽക്കുന്നതാണ്. അപ്പം നമുക്ക് ചിലപ്പോൾ ഏട്ടന് ബിസി ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും ഇതാകുമ്പോൾ ഏട്ടനത് ഇഷ്ടപ്പെടില്ല. ചിലപ്പം ഏട്ടൻ പറയുന്ന കാര്യങ്ങൾ എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറയുന്ന രീതി ആയിരിക്കില്ല ഏട്ടൻ എടുക്കുന്നത്, ഏട്ടൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യമായിരിക്കില്ല ഞാൻ എടുക്കുന്നത്. അപ്പം ഉണ്ടാവും സ്വാഭാവികമായിട്ടും, അത് ശരിയാവും. അങ്ങനെ എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞിപ്പോ പ്രശ്നം. നമ്മളിപ്പോ ചിരിച്ചാലും പ്രശ്നമാണ്, ചിരിച്ചില്ലെങ്കിലും പ്രശ്നമാണ്, എല്ലാം പ്രശ്നമാണ്. ഇപ്പൊ എങ്ങനെ ജീവിക്കേണ്ടതെന്ന് അവരോട് ചോദിക്കേണ്ടി വരും. പല ഇന്റർവ്യൂസിലും ഞാൻ ഇങ്ങനെ നോക്കും, കുറുക്കന്റെ കണ്ണ് കോഴിക്കോട്ടത്തൻ. ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് അത് കോഴിക്കോടാണോ അതോ കുറുക്കനാണോ എന്താണെന്നുള്ളത് അത് ഞാൻ നോക്കിക്കോളാം. ഞാൻ അങ്ങനെ ഇപ്പൊ നോക്കുമ്പോൾ എനിക്ക് അതാ ഓർമ്മ വരിക. കുറുക്കന്റെ കണ്ണ് ഇപ്പോഴും അവിടെ തന്നെ. നിങ്ങളെ പിടിച്ചുപിടിയിരുത്തി എനിക്ക് ചോദിക്കാൻ പറ്റില്ല, ഇതെന്റെ ഭാര്യയാണ്, ഞാൻ ഇങ്ങനെ നോക്കുള്ളൂ. അല്ലാതെ ചോദ്യം ചോദിക്കും, പറയൂ എന്തൊക്കെയാണ് എന്നൊന്നും ഞാൻ വരത്തില്ല. എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന സൗകര്യം. രണ്ടുപേരും റൊമാൻറ്റിക് ആണ്. ഞാൻ റൊമാൻറ്റിക് ഒന്നുമല്ല. ഇപ്പല്ല കണ്ണു കേട്ട പോലെ ഇപ്പൊ അല്ല. എല്ലാവർക്കും തിരക്കുണ്ടല്ലോ, അപ്പൊ അതിനൊന്നും സമയമില്ല. ജീവിതം അങ്ങ് അതിന്റെ വഴിക്ക് പോകണം. ആ സമയം കിട്ടുമ്പോ സംസാരിക്കാം, അല്ലാണ്ട് എപ്പോഴും അങ്ങനെയൊന്നും അല്ല. ഇല്ല, ഇപ്പൊ ആദ്യം ഉള്ള പോലെ എന്തായാലും ആവില്ല. അത് എവിടെയും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മളെ കാര്യം മാത്രമൊന്നുമല്ല, എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെ. ഇപ്പൊ സ്നേഹിച്ച് നടക്കുന്ന അതുപോലെയാണ് കല്യാണം കഴിച്ചതിന് ശേഷം ഉണ്ടാവുക. അല്ല, ഒരു കുട്ടിയായതിനു ശേഷം ഉണ്ടാവുന്ന ലൈഫ് വേറെയല്ലേ. അതങ്ങനെ തന്നെ, നമ്മളിതും അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഈ യങ് ഏജില് കാമുകന്മാര് നിനക്ക് വേണ്ടി ഞാൻ കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും ജീവിക്കുന്നൊക്കെ പറഞ്ഞത് പച്ചക്കള്ളമാണ്. അതൊന്നും ചെയ്യാൻ പോകുന്നില്ല. ആ കൂലിപ്പണി എടുത്താലും ഞാൻ ചെയ്യും എന്ന് പറയുന്ന ആള്
നിന്റെ വീട്ടിൽ നിന്ന് എത്ര സ്ത്രീധനം കിട്ടും ചോദിച്ചുകൊണ്ട് വരുന്ന ആളായിരിക്കും. പിന്നെ എന്തിനാ പുലിപ്പണി എടുക്കാന്ന് പറഞ്ഞ് അതൊക്കെ ആ സമയത്ത് ഞാൻ അങ്ങ് പറയും എന്നുള്ള ആ ഒരു ടൈപ്പ്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കാര്യമാണോ അല്ലേ എന്നുള്ളതൊക്കെ പിന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ തിരിച്ചറിയുമ്പോൾ അതൊരു ഡിഫറൻസ് ആണ്. ഇത് ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ കാമുകനായിട്ട് ഞങ്ങൾ അങ്ങനെ പ്രണയിച്ച് കത്ത് കൊടുത്ത് വിളിച്ചിരുന്ന് വീട്ടുകാരെ പറ്റിച്ച് അങ്ങനെ ഒന്നുമില്ല. ഇടയ്ക്ക് ആൾക്കാർ ഞാൻ എപ്പോഴും പുള്ളിക്കാരുടെ വീട്ടിലാണ്, ഞാൻ അങ്ങനെ പോലും എനിക്കിപ്പോൾ വീട്ടിൽ പോലും പോകാൻ സമയം കിട്ടാറില്ല. കല്യാണത്തിന് മുന്നേ ഫുൾ ടൈം ഞാൻ പുള്ളിക്കാരുടെ വീട്ടിനകത്തായിരുന്നു എന്നാണ് ചില ആൾക്കാർ പറഞ്ഞ കഥയൊക്കെ പരത്താൻ നോക്കിയത്. ഇപ്പോഴേ എനിക്ക് വീട്ടിൽ പോകാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? കാണാൻ പോലും സമയം കിട്ടുന്നില്ല. അങ്ങനെയുള്ളപ്പോ ഞാൻ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ പിന്നെ പറയും അതേ നോക്കണോ കിളവന്റെ കിളവന്റെ കൺ. ഇവർക്ക് എന്തിന്റെ അസുഖമാണ്? ഈ പറയുന്നവരാരും നമ്മളെ നേരിട്ട് കണ്ടില്ലല്ലോ. അവര് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവർക്ക് നമ്പർ കൊടുത്തത്. വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ, നമ്മൾ എങ്ങനെയാണെന്ന് പോലും കണ്ടില്ല. ബീങ് എ ലോയറിന്റെ ബോർഡിന്റെ താഴെ അങ്ങനെ നമ്പർ വെക്കണം എന്നുള്ളതുണ്ട്. അപ്പോൾ ക്ലയൻസിനെ വിളിക്കാനാണെന്നുണ്ടെങ്കിൽ ലീഗൽ സൈഡിൽ അതങ്ങനെയാണ്. അപ്പോൾ ആ റൂൾ അനുസരിച്ച് വെച്ചേ ഉള്ളൂ. അല്ലാതെ എന്നാലും കമന്റ് ചെയ്യുന്ന ആൾക്കാർ വീട്ടിൽ വന്ന് നോക്കിയോ നമ്പർ ഇവിടെ ഉണ്ട് എന്ന് വിളിച്ചാൽ. ഇപ്പോഴും പല ആൾക്കാരും വാട്സാപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ എനിക്ക് ലീഗൽ ഹെൽപ്പ് വേണം എന്ന് ചോദിക്കുന്നത് ഞാൻ തിരിച്ച് വിളിക്കാം. മാക്സിമം ഞാൻ തിരിച്ച് വിളിക്കാറുണ്ട്, മാക്സിമം റിപ്ലൈ ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന വിധത്തിലേക്ക്. ചേട്ടനെ തന്നെ അറിയാം ഇപ്പൊ ആളുകൾ ഈ കമന്റ് ചെയ്യുന്ന ഹീസ് ടു ഓൾഡ് ഫോർ ഹെയർ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ചേട്ടന് എന്താ തോന്നാറ്? അതൊരു കോൺഫിഡൻസ് ആയിട്ട് ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ പോട്ടെ, ഇത് കുറച്ചുകൂടി സ്ട്രെങ്ത് കിട്ടാനുള്ള ഒരു കമന്റ് ആ രീതിയിൽ നോക്കാറുണ്ട്? അവര് പറയുന്നത് സെക്ഷൽ ഇൻകേപ്പബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ അവർ എൻ്റെ കൂടെ കിടന്നവരായിരിക്കണം. അല്ലല്ലോ, അല്ല. സ്പെഷ്യലി ആണുങ്ങൾ അങ്ങനെ കമന്റ് അടിക്കുമ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ആണ്, ഞാൻ ഗേ അല്ല. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഞാനല്ല, ഞാൻ സ്ട്രെയിറ്റ് ആണ്. സ്ട്രെയിറ്റ് ആയിട്ട് ഇനിയിപ്പോൾ ലേഡീസ് ആണ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല. അപ്പോൾ അവരങ്ങനെ പറയുന്നത് ബേസ്ലെസ് ആണ്. അവർ പറഞ്ഞിട്ട് പോട്ടെ. കാരണം നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആവുന്നില്ല. ഓക്കെ, ഇഫ് ഷീ ഹാസ് എ കംപ്ലയിന്റ് ഷീ വിൽ കം ആൻഡ് ടെൽ മീ. ഷീ വിൽ നോട്ട് ഗോ ആൻഡ് പോസ്റ്റ് ഇറ്റ് ഓൺ സോഷ്യൽ മീഡിയ. അറ്റ്ലീസ്റ്റ് അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. ഇനി സോഷ്യൽ മീഡിയയിൽ ഇടണോ ഇട്ടോളെ, കുഴപ്പമില്ല. സോഷ്യൽ മീഡിയയിൽ പോയി പറയണമെങ്കിൽ പറയാം, കുഴപ്പമുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കമന്റ് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഒറ്റയ്ക്ക് ജീവിക്കണം എന്ന് ആലോചിച്ചു. ഹാവ് യു എവർ ട്രൈഡ് സ്ക്രാച്ചിങ് യുവർ ബാക്ക്? മുതുക് ചൊറിയാൻ നോക്കിയിട്ടുണ്ടോ? ശരി, മുതുക് ചൊറിയുമ്പോൾ ചില സ്ഥലങ്ങളിൽ എത്തില്ല അല്ലേ? എവിടെയോ നമ്മുടെ ബോഡി സ്ട്രക്ചർ തന്നെ പറയുന്നുണ്ട് പട്ടിക്ക് എവിടെ വേണമെങ്കിലും അതിന് ചൊറിയാൻ പറ്റും, കഴുത്ത് കൈ കാലൊക്കെ ചെയ്യാൻ പറ്റും. മനുഷ്യന് അങ്ങനെ പറ്റില്ല. എവിടെയോ നേച്ചർ ഇസ് ട്രൈങ് ടു ടെൽ യു ദാറ്റ് ഒരാൾ വേണം ആ എത്താത്ത സ്ഥലത്തൊന്നും ചൊറിയാൻ വേണ്ടിയിട്ടെങ്കിലും. ഇങ്ങനെ ചൊറിയാനല്ല, ശരിക്കുമല്ല. അപ്പോൾ അങ്ങനെ നമ്മളൊരു സിംബയോട്ടിക് ആനിമലായിട്ട് വേണം നമ്മളെ കാണാൻ. നമുക്ക് ചില നീഡ്സ് ഉണ്ടാവും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ലൈഫ് ഉള്ളത്. ഒറ്റയ്ക്ക് ജീവിക്കും എന്ന് പറയുന്നത് അത്രയ്ക്ക് ദൃഢമായിട്ട് നിശ്ചയിക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പാട് തന്നെയാണ്. യു ഹാവ് ടു ഹാവ് സമ്മൺ. ഈ ആളുകൾ ഈ നിറത്തിന്റെ പേരിലും ഇപ്പൊ എൻ്റെ അടുത്ത് എല്ലാവരും പറയാറുണ്ട് വണ്ണം കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ ചിരിച്ചിതാക്കും, പക്ഷെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള വിഷമം. എൻ്റെ അടുത്ത് കമന്റില്ലേ വെട്ടാൻ വെച്ച പോത്തിനെ മാതിരി ആയല്ലോ വീർത്തിട്ട്, അങ്ങനെയൊക്കെയാണ്. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ആ കമന്റ് ചെയ്ത ആള് ആരായാലും, ഞാൻ പേര് ഞാൻ ഓർക്കുന്നില്ല, വെട്ടാൻ പോകുന്ന പോത്ത് എന്ന് പറയും. ഇവരുടെ വീട്ടിൽ ഇവരുടെ അമ്മയോ ചേച്ചിയോ ഞാൻ വെയിറ്റ് കൂടി കഴിഞ്ഞാൽ നേരെ അറവശാലയെ കൊണ്ട് അറക്കാണോ ചെയ്യുന്നത്? അല്ലല്ലോ. അവരുടെ വീട്ടിൽ ആർക്കെങ്കിലും വണ്ണം വെച്ച് കഴിഞ്ഞാൽ നേരെ മറ്റേ ഒരുപാട് സ്ത്രീകൾ തന്നെ സ്ത്രീകളെ കുറിച്ചിട്ട് പറയും. അപ്പൊ അവരങ്ങനെയാണോ ചെയ്യുന്നത്? അവരെല്ലാവരും ഐശ്വര്യ റായ് ആയിരുന്നോ? കമന്റ് ചെയ്യുന്ന എല്ലാവരും ഐശ്വര്യ റായ് ആണോ? ഐശ്വര്യ റായോട് ചോദിച്ചു കഴിഞ്ഞാൽ ഷീൽ ബി ഇൻസെക്യൂർ പലപ്പോഴും. ബിക്കോസ് അവരെക്കാളും ഭംഗിയുള്ള ആൾക്കാർ ഈ ലോകത്തുണ്ട്. അവർ കോമ്പറ്റീഷന് പോയത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഐശ്വര്യ റായിന്ന് അറിയാം. അതിനേക്കാളും സൗന്ദര്യമുള്ള എത്രയോ പേരുണ്ട്, അവരെക്കാളും മെലിഞ്ഞവർ എത്രയോ പേരുണ്ട്. ഈ പറയുന്ന വെയിറ്റ് കൂടിയോ കുറഞ്ഞോ അല്ലെങ്കിൽ അനങ്ങിയോ അനങ്ങിയിലെ അങ്ങനെ പറ്റിയോ ഇങ്ങനെ പറ്റിയോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ആരും എൻ്റെ ലൈഫിന് എനിക്ക് ആഹാരം വാങ്ങിച്ചു തരുന്നില്ല. ഞാൻ അവരുടെ വീട്ടിൽ പോയി നിൽക്കുന്നില്ല. അവരുടെ അടുത്ത് ചോദിച്ചിട്ടല്ല ഞാൻ കല്യാണം കഴിക്കുന്നത്. എൻ്റെ ലൈഫാണ്, ഞാൻ എൻജോയ് ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇഗ്നോർ ചെയ്യും. പിന്നെ എനിക്ക് വണ്ണം ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, താടി നീളം കൂടുതലാന്ന് പറയുന്നത്, കിളവനാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പറയട്ടെ, സോ വാട്ട്? അല്ല, ഞാൻ അങ്ങനെ എടുക്കാറേ ഇല്ല. കണ്ടവൻ്റെ ഒക്കെ ഞാൻ എന്തിനാ എടുക്കണം കമന്റ്? അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവര് പറയണത് കേട്ടിട്ട് ഞാൻ അനങ്ങില്ല. ഓക്കെ, മേ ബി
ഫീമെയിൽ സൈക്കിയിൽ നിങ്ങൾക്ക് അങ്ങനെ വിഷമം ഉണ്ടാവാം, വണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. സോ വാട്ട്, വണ്ണം ഉണ്ട്, ഓക്കെ, അവരുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ നമ്മളതില്ലേ അക്സെപ്റ്റ് ചെയ്താൽ പോലെ. അപ്പൊ ഞാൻ പറയാം വണ്ണം ഉണ്ടാകുന്ന ഇപ്പൊ എന്താ പ്രശ്നം, അപ്പൊ വീണ്ടും അതിന്റെ ഇതില് പക്ഷെ ട്രൈ ചെയ്തൂടെ വണ്ണം കുറക്കാൻ, അങ്ങനെ അങ്ങനെ പറയുന്ന ഇത് ആളുകൾ പറയുന്ന അറിഞ്ഞൂടെ നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടി. ശരി, ഇപ്പോൾ യു ടെൽ മീ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് എൻ്റെ അടുത്ത് പറയും വണ്ണം കൂടുതലാന്ന് പറയും. ചേട്ടൻ ഭയങ്കര വണ്ണം കൂടുതൽ, പക്ഷെ എന്റെ അടുത്ത് ഇതുപോലെ കേട്ടോ, എന്റെ അടുത്ത് ഭയങ്കര ഹാർഷായിട്ടൊക്കെ ഹാർഷായിട്ട് പറയും. താടിയുടെ കാര്യം പറയും, വണ്ണം വേണ്ട, താടി ഹാർഷായിട്ട് താടിയുടെ കാര്യം പറയും. ചേട്ടൻ ഈ താടിയൊക്കെ ഒന്ന് വെട്ടിക്കൂടെ, ഞാനത് കഷ്ടപ്പെട്ടു, ബോറാണ് ഈ താടി. അല്ല എനിക്കിഷ്ടത്തിന് ഞാൻ വളർത്തിയത് അത്രയും. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഓപ്പണിംഗ് ഇല്ല. ഞാൻ എഫക്റ്റഡ് ആയാൽ മാത്രമേ പ്രോബ്ലം ഉള്ളൂ. ഇപ്പോൾ ഈ വണ്ണം കുറയ്ക്കാൻ പറയുന്ന ആള് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള, അവർക്ക് ഒരു വണ്ണവും അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത ആളാണോ, അവരങ്ങനെ ഒരു ട്രെയിനർ ആണോ എന്നാൽ നിങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത് പറയാം. ഇത് അവർക്ക് നടക്കാൻ പറ്റാണ്ട് കുനിഞ്ഞു കഴിഞ്ഞാൽ കട്ടവരൽ കാണാത്ത രീതിയിൽ വയറും വെച്ചു നടക്കുന്ന ആളായിരിക്കും ഈ പറയുന്നത്. നേരത്തെ നമ്മൾ എനിക്ക് എഫക്റ്റ് ആവുന്ന എവിടെയാണെന്ന് ഞാൻ പറയാം. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഏത് ഇന്റർവ്യൂ എടുത്താലും ചോദിച്ചാൽ വേറെ ആര് പറഞ്ഞാലും എനിക്ക് എഫക്റ്റ് ആവില്ല. ബട്ട് കുഞ്ഞുമോള് പറയുകയാണെങ്കിൽ, എൻ്റെ അമ്മ പറയുകയാണെങ്കിൽ, എൻ്റെ ചേച്ചിയോ അനിയത്തിയോ പറയുകയാണെങ്കിൽ, അച്ഛൻ പറയുകയാണെങ്കിൽ എനിക്ക് വല്ലാണ്ട് എഫക്റ്റഡ് ആവും. കാരണം അവരെൻ്റെ ലൈഫിൻ്റെ ഭാഗമാണ്. നാട്ടുകാർ പറയണതിന് ഐ കെയർ ടു റൂട്ട്സ്. ഇങ്ങനെ പറയില്ല, ഈ ബ്രൗൺ ഫാമിലീസ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന, ബ്രൗൺ ഫാമിലീസിലുള്ള കുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ബോഡി ഷേമിങ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു വീഡിയോസ് ആയാലും ഈ ന്യൂസ് ആർട്ടിക്കിൾസ് ആയാലും പറയുന്നത് അങ്ങനെയാണ്. ഈ ബ്രൗൺ ഫാമിലീസിലാണ് ഏറ്റവും കൂടുതൽ കണ്ടതാണ് ഇങ്ങനെ സോഷ്യൽ അതറിയില്ല. ഈ റിസർച്ചിന്റെ മെത്തഡോളജി ഞാൻ പറഞ്ഞു തരാം. ഒരു സാമ്പിൾ ഗ്രൂപ്പ് 100 പേരോ അല്ലെങ്കിൽ 50 പേരോ, അതാണ് ഈ റിസർച്ച്. ഇറ്റ് നീഡ് നോട്ട് ബി ട്രൂ അറ്റ് ഓൾ. ഒരു കാലത്ത് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരും എന്ന് പറഞ്ഞാൽ അതേ റിസർച്ച് ഗ്രൂപ്പ് തന്നെ പിന്നെ റിസർച്ച് ചെയ്തിട്ട് പറഞ്ഞു പാം ഓയിൽ നല്ലതാന്ന് പറയുന്ന ആൾക്കാർ പാം ഓയിൽ കഴിക്കാൻ പാടില്ല, കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ അമ്മയുടെ പാല് പോലെയാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. നമ്മൾ ഇപ്പോഴും മെഷർ ചെയ്യുന്ന പ്രഷർ, സിസ്റ്റലിക് ആൻഡ് ഡയസ്റ്റലിക് പ്രഷർ 120/80 എന്ന് പറയുന്നത് UK ജീവിച്ചിരുന്ന വേറെ ഒരു റേസ്, വേറൊരു ടെമ്പറേച്ചറിൽ ജീവിച്ചിരുന്ന ആൾക്കാരുടെ ആവറേജ് പ്രഷറാണ്. ഇതിനെയൊക്കെ ബേസ് ചെയ്ത് നമ്മൾ ഓരോന്ന് റിസൾട്ട് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ, അല്ല ഞാൻ പറയുന്നത് ശരിക്കും ഈ വീട്ടിലിങ്ങനെ പിള്ളേരെ ബോഡി ഷെയിം ചെയ്യുന്നതും കളർ ഇതാക്കുന്നതും ഒക്കെ ഉണ്ട്. പണ്ട് നമ്മൾ അമ്മമാർ തന്നെ പറയില്ലേ കുറച്ച് ഫെയർ ആൻഡ് ലവ്ലി യൂസ് ചെയ്യുമ്പോൾ, ആ രീതിയിലൊക്കെ. പ്രത്യേകിച്ച് ഈ കല്യാണത്തിന്റെ സമയമാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടികൾ കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ വീടുകളിലുള്ള ഒരു ബോഡി ഷെയിമിങ്ങിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പുറത്തുള്ള ആൾക്കാർ പറയുമ്പോൾ അത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം കിട്ടാനുള്ള ട്രെയിനിങ് ആണ്. എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ആഹാരം കഴിച്ചാൽ ശരിയാവില്ല, വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് കേട്ട് വിഷമമായിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞാൽ എനിക്ക് വിഷമമല്ല, വീട്ടുകാർ പറഞ്ഞാൽ എനിക്ക് വിഷമം. നാട്ടുകാർ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ 2000, പുള്ളിക്കാരി ഇട്ട 2 മില്യൺ. അത് പണ്ടത്തെ റൂളാണ്. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെയാണ് ഇഷ്ടം, ബിക്കോസ് ദേ ആർ സ്ട്രെയിറ്റ്. പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ കാണാൻ പാടുള്ളൂ, ബിക്കോസ് ദേ വോണ്ട് ടു നോ വാട്ട് ഇസ് ദി ന്യൂ ട്രെൻഡ്. ആണുങ്ങൾക്ക് ആണുങ്ങൾ ഇഷ്ടമേ അല്ല, പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾ വൃത്തികേടാണ്. സോ ഈ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഏതൊരു പെണ്ണിന്റെ ഫോട്ടോ ഇട്ടാലും ആൾക്കാർ നോക്കും, ഏതൊരു പെണ്ണിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്താലും ആൾക്കാർ നോക്കും. ഒരാൺ ഒറ്റയ്ക്ക് കരഞ്ഞൊട്ടിക്കുന്ന ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് വേറെ പണിയില്ലടാ എന്നായിരിക്കും ആദ്യത്തെ കമന്റ്. ഒരു പെണ്ണ് കരഞ്ഞു കഴിഞ്ഞാൽ മോളെ ടിഷ്യൂ പേപ്പർ വേണോ, കർച്ചീഫ് വേണോ, ടവല് വേണോ. സോ ദിസ് ഇസ് ദെയർ എത്രയോ കാലമായിട്ടുള്ളത്. എന്നാൽ പോലും ഞാൻ പറയണം, നാട്ടുകാർ എൻ്റെ അടുത്ത് ഇനി ജീവിതത്തിൽ ഇവനെ അടുത്ത് സംസാരിക്കാൻ പാടില്ല, ഇവനെ എടുത്ത് പുറത്താക്കണം അല്ലെങ്കിൽ നാട് നീക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിരിച്ചുകൊണ്ട് ഞാൻ നാട് വിട്ടു പോകും. പക്ഷെ എൻ്റെ അടുത്ത് നിയർ ഫാമിലി, അച്ഛൻ, അമ്മ, കുഞ്ഞുമോള്, ചേച്ചി, അനിയത്തി, ചിലപ്പോൾ ഒരു ദിവസം സംസാരിക്കാതിരുന്നാൽ ചിലപ്പോൾ അടുത്ത ദിവസം ഞാൻ ഉണ്ടാവില്ല. അത്രയ്ക്കേ ഉള്ളൂ ഞാൻ. അത്രയ്ക്കാണ് എനിക്ക് ഇവരെ വാല്യൂ ഉള്ളത്. അത് പ്രോബബ്ലി എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയില്ല. മേ ബി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച് കഴിയുമ്പോഴേ അറിയുള്ളൂ അങ്ങനെ ആയിരുന്നു എന്ന്. എനിക്കങ്ങനെ ഇപ്പോൾ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. നാട്ടുകാരുടെ കാര്യത്തിൽ എനിക്ക് പ്രൂവ് ചെയ്യാം. നിങ്ങൾ എന്ത് വേണമെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഫോൺ നമ്പർ അയച്ചു തരാം, നിങ്ങൾ എന്നെ വിളിച്ച് സംസാരിക്കുക. ഞാൻ പഠിച്ച ആർട്സ് കോളേജിൽ നല്ല ഭാഷയുണ്ട്, അതൊക്കെ കേൾപ്പിച്ചു തരാം. ആർട്സ് കോളേജ് മാത്രമല്ല, ഞാൻ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ, എല്ലാ ലെവലിലുള്ള ആൾക്കാരുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഏത് നാട്ടിൽ എന്ത് ഭാഷയിൽ വേണമെങ്കിലും ഞാൻ സംസാരിക്കാം, നോ പ്രോബ്ലം.